എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഈ കറണ്ടും അതേപോലെ തന്നെ വോൾട്ടേജും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ്. ഇത് നമ്മൾ പരസ്പരം ഒരു ഡിസ്കഷനാണ് ആക്ച്വലി. ഓക്കെ, എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിൽ തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും തിരുത്തണം. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന ഇതും ഷെയർ ചെയ്യണം. സോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, കറണ്ടും വോൾട്ടേജും തമ്മിൽ, കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് വീഡിയോസിൽ ഇത് പറയുന്നതൊക്കെ ശരിയാണോ എന്ന് പോലും കൂടി ഒരു ഡൗട്ട് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു കാര്യം ഷെയർ ചെയ്യുന്നത്. സോ നമ്മൾ ഒരു വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം വീട്ടിൽ നല്ല മഴയും ഇടിയും വെട്ടിയിരുന്ന സമയത്ത് നമ്മളൊരു സോളാർ പാനൽ, ഒരു 5 വോൾട്ടിൻ്റെ ഒരു കുഞ്ഞ് സോളാർ പാനൽ അത് വെച്ച് ഞാൻ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ മഴ പെയ്യുമ്പോഴും നമുക്ക് വോൾട്ടേജ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആ LED കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു LED കണക്ട് ചെയ്തിട്ടുണ്ട്, കത്തുന്നുണ്ട്. പക്ഷേ LEDക്ക് ബ്രൈറ്റ്നസ് കുറവാണ്, അവിടെ വോൾട്ടേജ് ഉണ്ടാകുന്നുണ്ട്, കറണ്ടാണ് കുറയുന്നത്. ഓക്കെ, കറണ്ട് കുറയും, വോൾട്ടേജ് ഉണ്ടാകുന്നുണ്ട്, വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ മഴയുള്ള സമയത്താണെങ്കിലും കുറച്ച് വെയിലുള്ളതുകൊണ്ട് തന്നെ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പക്ഷേ കറണ്ട് കുറവാണ്. ഓക്കെ, ആ വീഡിയോ ഇപ്പം നമുക്കൊന്ന് കാണാം. ഇപ്പം നമ്മൾ ആ ഒരു വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? പുറത്ത് മഴ പെയ്തപ്പോൾ നമുക്ക് വോൾട്ടേജ് ഉണ്ടായി, കറണ്ടിൻ്റെ ഇത് കുറയുന്നു എന്നർത്ഥം. ഓക്കെ, അതുകൊണ്ടാണ് LED അതിൽ വീഡിയോയിൽ വ്യക്തമായില്ലെങ്കിൽ LEDയുടെ ബ്രൈറ്റ്നസ് കുറച്ച് കുറവുണ്ട്. ഓക്കെ, സോ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? വോൾട്ടേജ് എന്ന് പറഞ്ഞൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ, അതിലൂടെ പോകുന്ന ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അപ്പോൾ അതാണ് EMF എന്ന് നമ്മൾ വിളിക്കുന്ന വോൾട്ടേജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മുടെ വോൾട്ടേജ്. ഇലക്ട്രോൺ ഫ്ലോ നടക്കുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് ഈ വോൾട്ടേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കറണ്ട് എന്ന് പറഞ്ഞാൽ അതിലൂടെ പോകുന്ന ഇലക്ട്രോണിൻ്റെ ഫ്ലോ, അതിനെ നമുക്ക് കറണ്ട് എന്ന് വിളിക്കാം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യുന്ന ആ ഒരു സംഭവം വോൾട്ടേജും, അതിലൂടെ പോകുന്ന ആ ഫ്ലോയിനെ നമുക്ക് കറണ്ടും എന്നും വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഓക്കെ, പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. പക്ഷേ എല്ലാവരും പറയുന്ന മിക്ക വീഡിയോയിലും പറയുന്നത് പറഞ്ഞാൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ലോഡ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അത് ഒരു പരിധിവരെ ശരിയാണ്. എന്ന് പറഞ്ഞാൽ ലോഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കറണ്ട് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു 10 ആംപിയറിൻ്റെ ഒരു സപ്ലൈ ഉണ്ട്, അതിലൂടെ ഒരു 500 മില്ലിയാംസ് എടുക്കുന്ന സപ്ലൈ ഉള്ളതെന്നുണ്ടെങ്കിലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അത് അത്രയും എടുക്കുകയുള്ളൂ ലോഡ്. അതായത് 10 ആംപിയർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് 10 ആംപിയർ എടുത്ത് ആ സാധനം കേടാവുക, അങ്ങനെ ഒരു ഇതില്ല. ഓക്കെ, പക്ഷേ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ ഈ ഒരു കാര്യം കേട്ടിട്ട് നിങ്ങളത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഓക്കെ, ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾ വെരിഫൈ ചെയ്യുക. സോ അതിനായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് വീട്ടിൽ വെച്ചിരിക്കുന്ന സോളാറിൻ്റെ പാനലും ചാർജ് കൺട്രോളറുമാണ്. അപ്പോൾ ആ ചാർജ് കൺട്രോളറിൽ നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് ആദ്യം കാണിക്കുന്നത് പറഞ്ഞാൽ, നമ്മുടെ സോളാർ പാനലിൻ്റെ വോൾട്ടേജ് 27 സംതിങ് കാണിക്കുന്നുണ്ട്, ബാറ്ററിയുടെ വോൾട്ടേജ് 13 പോയിൻറ്റ് സംതിങ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കറണ്ട് 0 എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് V ആംസ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് സോളാറിൻ്റെ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ നമ്മൾ ലോഡായിട്ട് അപ്പോൾ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം നമുക്ക് കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് കണക്ട് ചെയ്താൽ കറണ്ട് ഫ്ലോ ഉണ്ടാവേണ്ടതാണ്. ആ ഒരു കോൺസെപ്റ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ 0 അപ്പം അത് ഈ ഒരു കാര്യത്തിൽ അത് എന്താണ്? അപ്പം എല്ലാവരും പറയുന്ന പോലെ ലോഡ് വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ, ലോഡ് വെക്കുമ്പോൾ വോൾട്ടേജ് ഉണ്ടായി, വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ അത് കറക്റ്റ് ആവേണ്ടതാണെന്ന്. പക്ഷേ ഈ കാര്യത്തിൽ അത് സംഭവിക്കുന്നില്ല. അപ്പോൾ കറണ്ട് ശരിക്കും ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് നമുക്കൊരു ഇലക്ട്രിസിറ്റി ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വോൾട്ടേജ് മാത്രമല്ല, അതിൻ്റെ അകത്ത് കറണ്ട് ആക്ച്വലി ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ, ഇൻ ടേംസ് ഓഫ് കറണ്ട്, വോൾട്ടേജ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വോൾട്ടേജിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ കറണ്ടാണ്.
വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു ഇത് കൂടുതൽ ഡേഞ്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. കറണ്ട് കൂടുന്തോറുമാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ഡേഞ്ചർ വരുന്നത്, അല്ലേ? സോ ഇപ്പോൾ ഒരു സോളാർ പാനലിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ കണ്ടു. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് സംഭവിക്കുന്നത് ശരിക്കും? നിങ്ങൾക്കറിയാം, സോളാർ പാനലിൻ്റെ കൺസ്ട്രക്ഷൻ വൈസ് നമ്മൾ സോളാർ പാനൽ അതിൻ്റെ മെറ്റീരിയൽ സിലിക്കയുടെ ആ ഒരു വേഫേഴ്സ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുകയാണ്. സോ അതിന് ആ വോൾട്ടേജ് ഉണ്ടായിട്ടും അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാത്തതിൻ്റെ കാര്യം ലോഡ് ഇല്ലാഞ്ഞിട്ടല്ല. ലോഡ് ഓൾറെഡി ബാറ്ററി നമ്മൾ കൊടുത്തിട്ടുണ്ട്, ചാർജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ സർക്യൂട്ടിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സെല്ലിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവിടെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അത്രത്തോളം കിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, സോളാർ സെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടല്ല, സോളാർ സെല്ലിലെ IR റേഡിയേഷനാണ് ഈ സോളാർ പാനൽ ക്യാപ്ചർ ചെയ്യുന്നത്. അതിനെയാണ് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ അത്ര ഇൻറ്റൻസിറ്റി ഒരു ലൈറ്റിൽ വന്നിട്ട് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തി ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്, സോ അവിടെ ഉണ്ടാവാത്തത് നമ്മുടെ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ആക്ച്വലി. പക്ഷെ അത് ലോഡിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവേണ്ടതെങ്കിൽ അവിടെ ലോഡ് കണക്റ്റഡ് ആണ്, പക്ഷെ ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇതാണ് അവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം. ഓക്കെ, അപ്പം കറണ്ടും വോൾട്ടേജും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു ചെറിയൊരു ഇത് കണ്ടോ, ഇത് നമുക്ക് നോക്കാം. ഇതൊരു 1 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. ഓക്കെ, 1 ആംപിയർ 12 വോൾട്ട്, ഇതും അതെ 12 വോൾട്ട് 5 ആംപിയറാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സൈസിൻ്റെ ആ ഒരു വലുപ്പമാണ്. അവിടെ രണ്ടും വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിമാണ്, പക്ഷേ ഉണ്ടാകുന്ന കറണ്ടിലാണ് ഡിഫറൻസ്, അല്ലേ? കറക്റ്റാണ്. അപ്പോൾ കറണ്ട് അവിടെ അത്രത്തോളം മാഗ്നറ്റിക് ഫ്ലക്സ് കൊടുത്ത് കറണ്ടിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിനാണ് ഈ വൈൻഡിങ്സും അതിൻ്റെ റേഷ്യോയും മാറ്റിയിരിക്കുന്നത്. കറക്റ്റല്ലേ? സോ അവിടെ കറണ്ടും വോൾട്ടേജ് പോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടോ വേണം നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ. കറക്റ്റ് അല്ലേ? സോ പല വീഡിയോസിലും പറയുന്നത് പറഞ്ഞാൽ വോൾട്ടേജ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു, കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലോഡ് ഇത് ചെയ്തു എങ്കിൽ മാത്രമേ അവിടെ കറണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു 1 ആംപിയറാണ്, ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഒരു 10 ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10 ആംപിയർ ഇതിൽ ഉണ്ടാവുന്നുണ്ടോ? പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് അത്രയും ഫ്ലെക്സും കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ റേഷ്യോ അനുസരിച്ച് സാധനം നമ്മൾ ഉണ്ടാക്കണം, അല്ലേ? കറക്റ്റ് അല്ലേ? സോ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഇതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഇതാണ് വോൾട്ടേജും കറണ്ടും. പലരും ഒരു കറണ്ട് എന്നുള്ള കോൺസെപ്റ്റിനെ, അല്ലെ കറണ്ട് എന്നുള്ള കാര്യത്തിനെ മാറ്റി നിർത്തിയത് വോൾട്ടേജ് മാത്രം പറഞ്ഞുകൊണ്ട് കറണ്ട് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറും എന്നുള്ള രീതിയിൽ മാത്രം പറയുന്നത്. കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കറണ്ട് അവിടെ ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ സോളാറിൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, സോളാറിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ വോൾട്ടേജ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കറണ്ട് 0 കാണിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോഡില്ലാത്തതുകൊണ്ടല്ല 0 കാണിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷനും അതിൻ്റെ ഇൻറ്റൻസിറ്റി കാര്യങ്ങളൊന്നും ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടാണ്. സോ അവിടെ കറണ്ട് പ്രൊഡക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ നടക്കാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് കീപ്പ് ഇൻ മൈൻഡ്, ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒബ്സർവേഷൻസും കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നവർ ഒരു അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റ് ഇടാനായിട്ടോ ഇത് ശരിക്കും. അപ്പം നമ്മൾ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായിട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് എന്താ പറയുന്നത് ഒന്നും സംസാരിച്ചൊന്ന് നമുക്ക് ഒരു ഇത് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. സോ നിങ്ങൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ എനിക്ക് അതിനെ റിലേറ്റ് ചെയ്തുള്ള കുറേ വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ സഹകരിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യണം. അപ്പോൾ ഒരു റിക്വസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുക. താങ്ക് യു. സൈനിങ് ഓഫ്.